Hi, hello, welcome to Competitive Cracker. അപ്പോൾ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് നമുക്കറിയാം CSEB എക്സാം ഇനിയും വരാൻ പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏരിയ ഞങ്ങളോട് പറയുകയാണെങ്കിൽ അത് നമ്മൾ വീഡിയോ എടുത്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിക്കൊണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്നൊരു ഏരിയ ആണ് അക്കൗണ്ടിങ് റേഷ്യോസ്. അപ്പോൾ റേഷ്യോനെ പറ്റി നമുക്ക് പറയണം, കുറച്ചധികം ക്ലാസ്സിൽ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് എന്താണ് റേഷ്യോ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് റേഷ്യോസ് ആണ് അല്ലേ. എന്തിനായിരിക്കാം ഇത്തരത്തിലുള്ള റേഷ്യോസ് ഉണ്ടാക്കിയിരിക്കുന്നത്, എന്താണ് റേഷ്യോ, ഈ കാര്യമാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് റേഷ്യോ എന്നത്. ഓക്കെ, എ റേഷ്യോ ഈസ് എ മാത്തമാറ്റിക്കൽ നമ്പർ കാൽക്കുലേറ്റഡ് ആസ് എ റെഫറൻസ് to relationship of two or more numbers and can be expressed as a fraction, proportion, percentage and a number of times. Accounting ratio എന്ന് പറയുന്നത് അവിടെ ആദ്യത്തെ പോയിട്ട് നമുക്ക് ഇവിടെ കിട്ടി. A ratio is a mathematical number അല്ലേ. റേഷ്യോ എന്നാൽ എന്താണ്? ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ നമ്പർ ആണ്. കാൽക്കുലേറ്റഡ് ആസ് എ റെഫറൻസ് ടു എ റിലേഷൻഷിപ്പ് ഓഫ് ടു ഓർ മോർ നമ്പേഴ്സ് അല്ലേ. രണ്ടോ അതിലധികമോ, ടു ഓർ മോർ നമ്പേഴ്സ് അല്ലേ, രണ്ടോ അതിലധികമോ നമ്പേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ നമ്പേഴ്സാണ് റേഷ്യോസ് എന്നത്. റേഷ്യോ എന്നത് വെറുതെ എന്താ നമ്പേഴ്സ് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ എന്തായിരിക്കും, ഫ്രാക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രപ്പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പേഴ്സൻറ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ എത്രാമത്തെ തവണ അല്ലേ. തുടർച്ചയായിട്ട് നമ്മൾ ലൂപ്പ് എന്നൊക്കെ നമ്മൾ പറയാറില്ല അല്ലേ, ലൂപ്പ് പോലെ തുടർച്ചയായിട്ട് ഇത്രാമത്തെ തവണ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ഉപയോഗിക്കാം, റേഷ്യോ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? റേഷ്യോ ഈസ് എ മാത്തമാറ്റിക്കൽ നമ്പർ കാൽക്കുലേറ്റഡ് ആസ് എ റെഫറൻസ് ടു റിലേഷൻഷിപ്പ് ഓഫ് ടു ഓർ മോർ നമ്പേഴ്സ് അല്ലേ. രണ്ടോ അതിലധികമോ നമ്പേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ നമ്പർ കൂടിയാണ് അവിടെ എന്ത് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം ഇനി റേഷ്യോൻ്റെ ബാക്കി കാര്യത്തിന് നോക്കാം. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് റേഷ്യോ അനാലിസിസ്. എന്തിനായിരിക്കണം ഇത്തരത്തിലുള്ള റേഷ്യോ അനാലിസിസ് കൊണ്ടുവന്നിരിക്കുന്നത്, അക്കൗണ്ടിങ്ങിൽ എന്തിനായിരിക്കണം റേഷ്യോ അനാലിസിസ് കൊണ്ടുവന്നിരിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്തൊക്കെയായിരിക്കാം നോക്കാം നമുക്ക്. ഒന്നാമത്തെ, ടു നോ ദ ഏരിയാസ് ഓഫ് ദ ബിസിനസ് വിച്ച് നീഡ് മോർ അറ്റൻഷൻ. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ഫേം ആണെങ്കിൽ ആ പ്രൊഡക്ഷൻ തുടങ്ങുന്ന മുതൽ, സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എൻഡ് ചെയ്യുന്ന വരെ ഒരുപാട് ഏരിയാസ് ഉണ്ടാവും അല്ലേ, ഒരുപാട് ഏരിയാസ് ഉണ്ടാവും. സോ ഇത്തരത്തിൽ ഒരുപാട് ഏരിയാസിൽ ചിലപ്പം കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ട ഏരിയാസ് ഉണ്ടാവും ചില ഏരിയ. പിന്നെന്താണ്, ജസ്റ്റ് നല്ല രീതിയിൽ സൂപ്പർവിഷൻ ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടാവും അല്ലേ. ഇങ്ങനെയൊക്കെ ഒരുപാട് ഏരിയാസ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു പ്രൊഡക്ഷൻ സമയത്തും അല്ലെങ്കിൽ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ട ഏരിയ ഏതാണെന്ന് നമുക്ക് എന്തിലൂടെ തെളിയും, നമുക്കിവിടെ റേഷ്യോ അനാലിസിസ് കൂടെ തെളിയും. ഓക്കെ, റേഷ്യോ അനാലിസിസിലൂടെ തെളിയും. അടുത്ത്, ടു നോ അബൌട്ട് ദ പൊട്ടൻഷ്യൽ ഏരിയ വിച്ച് ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് ദ എഫേർട്ട് ഇൻ ദി ഡിസൈർഡ് ഡയറക്ഷൻ അല്ലേ. നമ്മൾ കൊടുക്കുന്ന ഡിസൈർഡ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ഇനി ഏത് ഏരിയയിലാണ് ഇംപ്രവൈസേഷൻ വേണ്ടത്, ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ പൊട്ടൻഷ്യൽ ഏരിയ ഏതാണ്, അതേപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അടുത്തത്, to provide a deeper analysis of the profitability, liquidity, solvency and efficiency level in the business. ഇവിടെ ഒരുപാട് പോയിന്റുകൾ പറയുന്നുണ്ട്. നമുക്ക് ഡീപ്പറായിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും അല്ലേ, നമുക്ക് ഡീപ്പറായിട്ട് അനാലിസിസ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ? നമ്മളെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എത്രയാണ്, നമ്മളെ ബിസിനസ്സിൻ്റെ ലിക്വിഡിറ്റി എത്രയാണ്, അതേപോലെ തന്നെ സോൾവൻസി എങ്ങനെയാണ്, എഫിഷ്യൻസി ലെവൽ എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റേഷ്യോ അനാലിസിസ് കൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അടുത്ത് നോക്കാം. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ മേക്കിംഗ് ക്രോസ് സെക്ഷണൽ അനാലിസിസ് ബൈ കമ്പയറിംഗ് ദ പെർഫോമൻസ് വിത്ത് ദി ബെസ്റ്റ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആൻഡ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡുകളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലേ. ആദ്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ട് നമ്മളെന്ത്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ.
സോ ഇതൊക്കെ എന്താണ്? സ്റ്റാൻഡേർഡുകളാണ്. നമ്മളെ അക്കൗണ്ടിങ്ങിനെ വേൾഡിൽ അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുകയാണ് അല്ലേ, അതിൻ്റെ എന്ത് കൂട്ടാൻ, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻഡസ്ട്രിയിലും അതേപോലെ തന്നെ എന്തുകളുണ്ട്? സ്റ്റാൻഡേർഡുകളുണ്ട്. നമ്മൾ മെഡിക്കൽ രംഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അവിടെ ഹോസ്പിറ്റലിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇൻഡസ്ട്രി ലെവലിനും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സോ അത്തരത്തിൽ ഇൻഡസ്ട്രി ലെവലിൽ നമ്മളെ സ്റ്റാൻഡേർഡ്, അതായത് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ കടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ എത്രത്തോളം നമ്മളെത്തി, ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ, ഫിഫ്ത്ത് ആണോ, ഏത് ലെവലിലേക്കാണ് നമ്മൾ എത്തുന്നത്, നമ്മൾ അനാലിസിസ് ചെയ്യാൻ പറ്റും നമ്മൾ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം, അതും കൂടി സഹായിക്കുന്നുണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഡിറൈവ്ഡ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് പ്രൊജക്ഷൻ ആൻഡ് എസ്റ്റിമേറ്റ് ഓഫ് ഫോർ ദി ഫ്യൂച്ചർ അല്ലേ. നമ്മളിത് മാത്രം കാര്യമില്ല, നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ് എന്താണ്, അക്കൗണ്ടിങ് എന്നാൽ എന്താ, നമ്മൾ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കണം അല്ലേ, ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമ്മളിപ്പോൾ തരുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇപ്പോഴെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്താവും അതിൻ്റെ പരിണത ഫലം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും കൂടി അവിടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാനുള്ളത് റേഷ്യോ അനാലിസിസിൻ്റെ. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് റേഷ്യോ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ നമ്മളെ കമ്പനിയിൽ റേഷ്യോ അനാലിസിസ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ റേഷ്യോ അനാലിസിസ് കൊണ്ടുവന്നു. പക്ഷെ അത് കൊണ്ടുവന്നാൽ ഉണ്ടാവുന്ന മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തായിരിക്കും നോക്കാം. നമുക്ക് എന്താണ് അഡ്വാൻറ്റേജസ് എന്നുള്ളത്. ഓക്കെ നോക്കാം. ഒന്ന്, സിംപ്ലിഫൈ കോംപ്ലക്സ് ഫിഗേഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? റേഷ്യോ അനാലിസിസ് മുഖാന്തരം കോംപ്ലക്സ് ആയിട്ടുള്ള ഫിഗേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ഫിഗേഴ്സിനെ നമുക്ക് മാറ്റി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. കൂടാതെ എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ്, അവിടെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും കൂടി വേണ്ടി സഹായിക്കുന്നു. then അടുത്തത് ഹെൽപ്ഫുൾ ഇൻ കമ്പാരിറ്റീവ് അനാലിസിസ് അല്ലേ. ഒന്ന് വെച്ച് മറ്റൊന്നിനെ നമ്മൾ സാധാരണ ചെയ്യാറുണ്ടല്ലേ. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ കമ്പാരിസൺ ചെയ്യും അല്ലേ. അവൻ എത്ര മാർക്ക് കിട്ടി, ഇവൻ എത്ര മാർക്ക് കിട്ടി. ചെറിയ കുട്ടികൾ അമ്മമാരൊക്കെ കേൾക്കേണ്ടതാണത് അല്ലേ. അതായത് ഒരു കുട്ടീനെ വെച്ച് കമ്പാരിസൺ ചെയ്യുക. അങ്ങനെ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആ കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികളുടെ അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഇരിക്കാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് വരുന്നത്? കമ്പാരിറ്റീവ് അനാലിസിസ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ഏരിയ. അതായത് നമ്മളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എവിടെയെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, നമ്മൾ വിചാരിച്ച പോലെ നമ്മളിൽ എത്താൻ സാധിക്കുന്നില്ല, നമുക്ക് പ്രോഫിറ്റിലേക്കോ മറ്റോ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ എവിടെയാണ് നമ്മളെ പ്രോബ്ലം ഏരിയ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ എനാബിൾ സോട്ട് അനാലിസിസ്. എന്താണ് സോട്ട് അനാലിസിസ്? എനേബിൾ ചെയ്യാൻ പറ്റും. എന്താ സോട്ട്? SWOT. എന്താണ്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് അല്ലേ. സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് നമ്മളെ സോട്ട് അനാലിസിസ് എനേബിൾ ചെയ്യാനും കൂടി സഹായിക്കും. ഓക്കെ നോക്കാം. ഇനി അടുത്തത് ലിമിറ്റേഷൻ ഓഫ് റേഷ്യോ അനാലിസിസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനും എന്തുണ്ടാവും? ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻസ്. ഇഗ്നോർ പ്രൈസ് ലെവൽ ചേഞ്ചസ്. എന്ത് ചെയ്യുന്നു? പ്രൈസ് ലെവൽ ചേഞ്ചസ് അവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്നു. എങ്ങനെ? ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റേബിൾ മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രധാനമായിട്ടും മണി മെഷർമെന്റ് പ്രിൻസിപ്പിളെ ആധാരമാക്കിക്കൊണ്ടാണ്. നമ്മൾ എന്താണ് മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ നമ്മൾ ആദ്യം നോക്കിയതാണല്ലേ. കഴിഞ്ഞ കുറച്ചധികം ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചു എന്താണ് മണി മെഷർമെന്റ് പ്രിൻസിപ്പിൾ. ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഉണ്ട്, അതിനകത്ത് ഒന്നാണ് നമ്മൾ പഠിച്ചു അല്ലേ. നോക്കാം. ഇറ്റ് ഇംപ്ലിസിറ്റി assumes that price level changes are either non-existent in or minimal, but the truth is otherwise. അവിടെ എന്ത് ചെയ്യുന്നില്ല? പ്രൈസ് ലെവൽ ചേഞ്ചസ് അവിടെ ഇഗ്നോർ ചെയ്യപ്പെടുന്നു ഇവിടെ റേഷ്യോ അനാലിസിസിൽ. അടുത്തത് ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ഓർ നോൺ മോണിറ്ററി ആസ്പെക്ട്സ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സാധാരണ റേഷ്യോ അനാലിസിസ് ആവുന്ന കൂടെ തന്നെ അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് നോക്കുന്നത് അല്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ് നോക്കുന്നത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ അവിടെ എന്ത് ചെയ്യുന്നില്ല? നോക്കുന്നില്ല, ഇഗ്നോർ ചെയ്യപ്പെടുന്നു. ഇതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട എന്ത് പറയാൻ വേണ്ടി പറ്റുക അതിൻ്റെ ഒരു ലെവൽ. അടുത്ത് നോക്കാം നമുക്ക്. ലാക്ക് ഓഫ് എബിലിറ്റി ടു റീസോൾവ് പ്രോബ്ലംസ്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റീസോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കുറവാണ്. ദെയർ റോൾ ഈസ് എസെൻഷ്യലി ഇൻഡിക്കേറ്റീവ് ആൻഡ് ഓഫ് വിസിൽ ബ്ലോയിങ് ആൻഡ് നോട്ട് പ്രൊവൈഡിങ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു പ്രോബ്ലത്തിന് വേണ്ടുന്ന സൊല്യൂഷൻ കൊടുക്കാൻ അവിടെ
പറ്റുന്നില്ല. ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ഡെഫിനിഷൻ, അവിടെ എന്ത് പറയുന്നില്ല, നമ്മളെ ഒരു ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ഡെഫിനിഷൻ്റെ ഒരു ലാക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ദ ലാസ്റ്റ് വൺ, ലാക്ക് ഓഫ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ലെവൽ, അല്ലേ? ഇപ്പം അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആവുന്ന ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്യുക, അല്ലേ? സോ ഇത്തരത്തിലുള്ള റേഷ്യോ അനാലിസിന് എന്ത് സംഭവിക്കുന്നില്ല, നമുക്ക് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ലെവൽസ് ഇല്ലാത്തത് അതൊരു പ്രശ്നമാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലാക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻ നമുക്ക് പറയാൻ സാധിക്കുക റേഷ്യോ അനാലിസിസിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു റേഷ്യോ അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റേഷ്യോസ് ഏതാണ്, ആ റേഷ്യോസ് തമ്മിലുള്ള കണക്കുകൾ എങ്ങനെ ചെയ്യാം, അതിൻ്റെ മാത്തമാറ്റിക്കലി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, അതൊക്കെയാണ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം CSEBയുടെ എക്സാം വരാനിരിക്കുകയാണ്. എക്സാമിൽ വന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. 160 നിന്ന് 100 പോയി, അല്ലേ, അതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ ഇനിയുള്ള ഫോക്കസ് ഏരിയ മറ്റു കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മൾ പഠിക്കേണ്ട സ്ട്രാറ്റജീസ് മാറ്റം വരുത്തിയാൽ മാത്രമേ അടുത്ത 100 മാർക്കിലേക്ക് നമുക്ക്, കാരണം 160 നിന്ന് 100 എത്തുന്ന സമയത്ത് PSCയുടെ അതേ ഓർഡറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് സ്ട്രെസ്സായി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം, അതാണ് ബിഗിനേഴ്സ് ബാച്ച്. നിങ്ങൾക്ക് ആദ്യമായിട്ട്, അതായത് CSEB എക്സാമിന് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങാം. അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ ഏരിയകളിലും ആദ്യം മുതലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മുതലേ പഠിപ്പിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് തറവായിരിക്കും, അല്ലേ? ബേസ് മുതൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. എവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ നോക്കണം, അല്ല, പുതിയൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആകുമ്പോൾ സാധാരണ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് പല വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അത്തരത്തിൽ ആദ്യമേ ഒരു ബേസ് ആവശ്യമാണ്. സോ നിങ്ങൾ ആ ബേസിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബിഗിനേഴ്സ് ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകളുണ്ട്, കൂടാതെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, PDF നോട്ട് അവൈലബിൾ ആണ്, മെൻറ്റർഷിപ്പ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ഇങ്ങനെ ഒരുപാട് വീക്കിലി എക്സാംസ്, ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു ബിഗിനേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിഗിനേഴ്സ് ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ റേഷ്യോ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സുകൾ, അതായത് ഇനിയുള്ള അടുത്ത ക്ലാസ്സുകൾ നമുക്ക് കാണാം. അതുവരെ ഇപ്പോൾ ബൈ.